ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം, മലയാളത്തിൽ എന്ന് പറയും ഉപഭോക്തൃ സംരക്ഷണ നിയമം. 1986 നിലവിൽ വന്നിട്ടുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നതിനെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നാൽ എന്താണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നാൽ എന്താണ്, എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസ് എന്നതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കസ്റ്റമറും കൺസ്യൂമറും തമ്മിലുള്ള വ്യത്യാസം. കസ്റ്റമർ ഈസ് എ പേഴ്സൺ ഹൂ ബൈ എ പ്രോഡക്റ്റ്. കസ്റ്റമർ ഈസ് എ പേഴ്സൺ ഹൂ ബൈ എ പ്രോഡക്റ്റ് ഫ്രം ദി സെല്ലർ. വിൽപ്പനക്കാരിൽ നിന്നും ഒരു വസ്തുവിനെ വാങ്ങുന്ന വ്യക്തിയാണ് ആര്? കസ്റ്റമർ. But consumer is the person who buys or who consumes the product or who use the product. Okay, ഒരു ഉൽപ്പന്നത്തെ വാങ്ങുന്ന വ്യക്തിയെ നമുക്കെന്ത് പറയാം? കസ്റ്റമർ എന്ന് പറയാം. എന്നാൽ ഒരു ഉൽപ്പന്നത്തെ ഉപയോഗിക്കുന്ന വ്യക്തി, കൺസ്യൂം ചെയ്യുന്ന വ്യക്തി, യൂസ് ചെയ്യുന്ന വ്യക്തിയെ പറയുന്ന പേരാണെന്ത്? കൺസ്യൂമർ. ഓക്കെ, അയാളെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ, ഉപഭോക്താവ് അല്ലേ? ഉപഭോക്താവ് എന്ന് മലയാളത്തിൽ പറയും, കൺസ്യൂമർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ ഈ കൺസ്യൂമർ അല്ലേ, ഒരു ഉൽപ്പന്നത്തെ ഉപയോഗിക്കുന്ന വ്യക്തി, ഹു കൺസ്യൂം ദി പ്രോഡക്റ്റ്, എ പേഴ്സൺ ഹു കൺസ്യൂംസ് ദി പ്രോഡക്റ്റ് ഈസ് കോൾഡ് കൺസ്യൂമർ. ഓക്കെ, ഓർ യൂസ് ദി പ്രോഡക്റ്റ് ഈസ് കോൾഡ് കൺസ്യൂമർ. വി ആർ ഡിസ്കസിങ് ഇൻ ദിസ് ചാപ്റ്റർ അബൌട്ട് ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ, ഉപഭോക്താവിനെ സംരക്ഷിക്കുന്ന നിയമം, ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഓക്കെ, വ്യത്യസ്തമായ പ്രശ്നങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായിട്ടുള്ള ഒബ്സ്റ്റക്കിൾസിൽ നിന്ന്, വ്യത്യസ്തമായ ഡിഫിക്കൽട്ടീസിൽ നിന്നും ഒരു കൺസ്യൂമറെ, ഒരു ഉപഭോക്താവിനെ സംരക്ഷിക്കുന്ന നിയമമാണ് ഇത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ഉപഭോക്താക്കളെ, കസ്റ്റമേഴ്സിനെ, കൺസ്യൂമേഴ്സിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള നിയമമാണിത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് പാസ്ഡ് വിത്ത് എ വ്യൂ ടു പ്രൊവൈഡ് for a better protection of the interest of the consumers and for the purpose of make provision for the establishment of consumer council and other authorities for the settlement of consumers dispute and other connected matters. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് എ വ്യൂ, എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണ്? ടു പ്രൊവൈഡ് ഫോർ എ ബെറ്റർ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളുടെ താല്പര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പ്രൊട്ടക്റ്റിംഗ് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളെ. ഓക്കെ, ഉപഭോക്താവ് പറഞ്ഞാലാണ് ഒരു വസ്തു, ഒരു സാധനം ഉപയോഗിക്കുന്ന വ്യക്തിയാണ് അല്ലേ? ഓക്കെ, ഉപഭോക്താക്കളെ, കൺസ്യൂമറുടെ ഇൻട്രസ്റ്റ്, താല്പര്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മാത്രമല്ല, ഫോർ ദി പർപ്പസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ കൗൺസിൽ ആൻഡ് അതർ അതോറിറ്റി. കൺസ്യൂമർ കൗൺസിലുകൾ, അതുപോലെയുള്ള മറ്റ് അധികാര സ്ഥാപനങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ടുള്ളത്. ഈ കൺസ്യൂമർ കൗൺസിലുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ഡിസ്പ്യൂട്ട്, കൺസ്യൂമേഴ്സിൻ്റെ പ്രശ്നങ്ങളെ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ കൗൺസിലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ഈ ആക്ടിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വാസ് പാസ്ഡ് ഓൺ 5th December 1986. 1986 ഡിസംബർ 5-ാം തീയതിയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്, നിയമം നിലവിൽ വന്നത്. ഇറ്റ് ഈസ് റിസീവ്ഡ് അസെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ് ഓൺ 24th December. ശ്രദ്ധിക്കുക, 5-ാം തീയതി ഡിസംബറിൽ എന്ത് ചെയ്തു? ഈ ആക്ട് പാസ്സായി. ഏത് ആക്ട്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഡിസംബർ 5-ാം തീയതി ആക്ട് പാസ്സായെങ്കിലും ഇറ്റ് റിസീവ്ഡ് അസെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ്. പക്ഷേ എന്ത് ചെയ്തു? പ്രസിഡൻറ്റിൻ്റെ എന്താണ് സമ്മതം അല്ലേ, പ്രസിഡൻറ്റിൻ്റെ ഒപ്പ്, പ്രസിഡൻറ്റിന് അംഗീകാരം കിട്ടിയത്, പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം കിട്ടിയത് എന്താണ്? 24th December 1986 ഓക്കെ, 1986 ഡിസംബർ 24, അതായത് 5-ാം തീയതി ഡിസംബറിൽ ഇത് ആക്ട് പാസ് ചെയ്തു. പക്ഷേ എന്ത് ചെയ്തു? പ്രസിഡൻറ്റിൻ്റെ അംഗീകാരം കിട്ടുന്നപ്പോഴാണ് 24-ാം തീയതി ഡിസംബർ അല്ലേ, 24-ാം തീയതി ഡിസംബർ, 19 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഇൻ 2014 ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡഡ്. ശ്രദ്ധിക്കുക, 2014, 1986 നിലവിൽ വന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ത് ചെയ്തു? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2014 എന്ത് ചെയ്തു? അമെൻഡ്മെൻറ്റ് ചെയ്തു. എന്താ അമെൻഡ്മെൻറ്റ് ചെയ്യാന്നാൽ? ഭേദഗതി വരുത്തി, മാറ്റങ്ങൾ വരുത്തി.
ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ആക്ട്, ഈ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ, കുറേ ലക്ഷ്യങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോ നിയമങ്ങളൊക്കെ വരുമ്പോൾ. ഒന്നാമത്തെ, ടു പ്രൊവൈഡ് ഫോർ പ്രൊമോഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിൻ്റെ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക, അതുപോലെ അവകാശങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തോ, ടു പ്രൊവൈഡ് സിമ്പിൾ, സ്പീഡി, ഇൻഎക്സ്പെൻസീവ് റിഡ്സൽ ടു കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിന് അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക, അവരുടെ പ്രശ്നങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് ചിലവില്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, പരിഹാരം ആക്കി കൊടുക്കുക എന്നുള്ളതും എന്താണ് ഇതിൻ്റെ ലക്ഷ്യമാണ്. പിന്നെ ദ ആക്ട് ഇൻറ്റൻഡഡ് ടു പ്രൊവൈഡ് ബെറ്റർ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അല്ലേ? ചൂഷണത്തിൽ നിന്നും എന്ത് ചെയ്യുക, ചൂഷണത്തിൽ നിന്നും ഉപഭോക്താക്കളെ കൺസ്യൂമേഴ്സിനെ സംരക്ഷിക്കുക എന്നുള്ളതും എന്താണ് ഇതിൻ്റെ ലക്ഷ്യമാണ്. പിന്നെ ടു മേക്ക് പ്രൊവിഷൻ ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ കൗൺസിൽ ആൻഡ് അതർ അതോറിറ്റി ഫോർ ദി സെറ്റിൽമെൻറ്റ് ഓഫ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്, ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ കൗൺസിലുകൾ അതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ എന്ത് ചെയ്തു, സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതും ഈ ആക്ടിൻ്റെ ലക്ഷ്യമായിരുന്നു. ഇനി ഡെഫിനീഷൻ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടേം, ചില ടേമുകൾ, ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് എന്ത് ചെയ്യണം, എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഈ നിയമപ്രകാരം ചില ടേമുകൾ ഉപയോഗിക്കുന്നുണ്ട്, ആ ടേം എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കണം. ഒന്നാമത്തെ, അപ്രോപ്രിയേറ്റ് ലബോറട്ടറി. അപ്രോപ്രിയേറ്റ് ലബോറട്ടറി മീൻസ് ലബോറട്ടറി ഓർ ഓർഗനൈസേഷൻ, ഒരു ലബോറട്ടറിയോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനമോ ആണ്. ആ സ്ഥാപനം റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെൻറ് ആയിരിക്കും. അപ്രോപ്രിയേറ്റ് ലബോറട്ടറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ലബോറട്ടറി ആവാം, അല്ലേ? ലബോറട്ടറി സംവിധാനമാകാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആവാം, ഒരു സ്ഥാപനമാവാം. റെക്കഗ്നൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ടുള്ളത്, അല്ലെങ്കിൽ റെക്കഗ്നൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ടുള്ളത്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എനി സച്ച് ലബോറട്ടറി ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ എനി ലോ ഫോർ ദ ടൈം ബീയിങ് ഫോഴ്സ്, അതായത് ഏത് ലബോറട്ടറി അല്ലെങ്കിൽ സ്ഥാപനവുമാവാം ഏതെങ്കിലും ഒരു നിയമപ്രകാരം ഉണ്ടായിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ അപ്രോപ്രിയേറ്റ് ലബോറട്ടറി എന്ന് പറയുന്ന ടേം. രണ്ടാമത്തതാണ് കംപ്ലൈനൻ്റ് എന്നറിയപ്പെടുന്നത്. കംപ്ലൈനൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താണ്? അവിടെ കംപ്ലൈനൻ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന അവിടെ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന വ്യക്തി എന്നൊക്കെ നമുക്ക് പറയാം, അല്ലേ? വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഒരു വ്യക്തി മാത്രമായിരിക്കില്ല കംപ്ലൈനൻ്റ് ആയിട്ട് വരുന്നത്, ഒരു വ്യക്തി മാത്രമായിരിക്കില്ല കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്, ഒരു വ്യക്തി മാത്രമാവില്ല, സ്ഥാപനമാവാം, ഗവൺമെൻറ് ആവാം, എല്ലാം ആവാം. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ കംപ്ലൈനൻറ്റിൽ വരുന്നതെന്ന് നോക്കാം. കംപ്ലൈനൻറ്റ് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ഒന്നാമത്തെ കൺസ്യൂമർ, ഒന്നാമത്തെ ആരാണ്? ഒരു ഉപഭോക്താവ്, ഒരു വസ്തു ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ആര്? കൺസ്യൂമർ. ഒന്നുകിൽ കൺസ്യൂമർ ആവാം, അല്ലെങ്കിലോ എനി വളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് ഓർ എനി അതർ ലോ. കമ്പനീസ് ആക്ട് 1956 പ്രകാരമോ കമ്പനീസ് ആക്ട് 1956 പ്രകാരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിയമപ്രകാരമോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ, സ്വമേധയാ ഉള്ള ഒരു ഉപഭോക്തൃ സംഘം, അവരാവാം കംപ്ലൈനൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ആരാണോ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത്, ആരാണോ അലിഗേഷൻ കൊടുക്കുന്നത്, അതാണ് ആര് കംപ്ലൈൻറ്റ് കൊടുക്കുന്ന കേട്ടോ. കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ അലിഗേഷൻ എന്നാട്ടോ അർത്ഥം. ഓക്കെ, അപ്പോൾ അടുത്ത ആരാണ് കംപ്ലൈൻറ്റിനായിട്ട് വരിക? സെൻട്രൽ ആൻഡ് എനി സ്റ്റേറ്റ് ഗവൺമെൻറ്, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാകാം, അല്ലെങ്കിൽ വൺ ഓർ മോർ കൺസ്യൂമേഴ്സ് വേർ ആർ ന്യൂമറസ് കൺസ്യൂമേഴ്സ് ഹാവിങ് ദി സെയിം ഇൻട്രസ്റ്റ്, ഒരേ താല്പര്യരായിട്ടുള്ള, ഒരേ താല്പര്യമുള്ള ഒന്നോ അതിലധികമോ വരുന്ന ഉപഭോക്താക്കളുമാവാം. വൺ ഓർ മോർ കൺസ്യൂമേഴ്സ്. ഇനി അതല്ലെങ്കിലോ ഇൻ കേസ് ഓഫ് ഡെത്ത് ഓഫ് എ കൺസ്യൂമർ, ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് മരണപ്പെട്ടു പോയാൽ കംപ്ലൈനൻ്റായിട്ട് അയാളുടെ ലീഗൽ ഹയേഴ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ്സ്, അയാളുടെ കുടുംബക്കാർ, അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഒക്കെ ആവും എന്ത് ചെയ്യുക, വരിക, കംപ്ലൈനൻ്റായിട്ട് വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ കംപ്ലൈൻ്റ് ആണ്, അല്ലേ? കംപ്ലൈൻറ്റ് പറഞ്ഞാൽ എന്താ? കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് മീൻസ് എനി അലിഗേഷൻ ഇൻ റൈറ്റിംഗ്. എനി അലിഗേഷൻ, എന്താ അലിഗേഷൻ? എന്തെങ്കിലും പരാതികൾ, അല്ലേ, എഴുത്ത് രൂപത്തിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ ഒരു കംപ്ലൈനൻ്റ് ആയിട്ടുള്ള വ്യക്തി, കംപ്ലൈനൻ്റ് പറഞ്ഞാൽ ആരാണ്? കംപ്ലൈനൻ്റ് എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന വ്യക്തിയാണ്. ഒരു കംപ്ലൈനൻ്റ്
എന്തെങ്കിലും കാര്യം റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പരാതികൾ, എന്തെങ്കിലും ആക്ഷേപങ്ങൾ ലിഖിത രൂപത്തിൽ എഴുതി കൊടുക്കുകയാണെങ്കിൽ അതാണെന്ത് കംപ്ലൈൻറ്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഒരുപാടുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യും, ഡിഫക്റ്റഡ് പ്രൊഡക്റ്റ് അല്ലേ, അത്രത്തോളം താഴ്ന്ന ഇതുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ മോശം സർവീസിന്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, എന്താ പറയുക, നമുക്ക് കിട്ടിയ സാധനം മാറ്റം വരുന്നത്, അതുപോലെ പ്രൈസിൽ വരുന്ന പ്രശ്നങ്ങൾ, ക്വാളിറ്റിയിൽ വൃത്തിയില്ലാത്ത പ്രശ്നം, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പല കാര്യങ്ങളിൽ എന്ത് ചെയ്യും, കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഓക്കെ, അടുത്തതാണ് കൺസ്യൂമർ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ദ കൺസ്യൂമേഴ്സ് ആർ 2 ടൈപ്സ്. കൺസ്യൂമർ എന്ന് വെച്ചാൽ ആരാണ്? ഒരു വസ്തുവിനെ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്, ഒരു ഉൽപ്പന്നത്തെ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ആര്? കൺസ്യൂമർ. ഓക്കെ, കൺസ്യൂമർ ആർ 2 ടൈപ്സ്. കൺസ്യൂമർ എത്ര തരമാണ്? 2 തരമാണ്. കൺസ്യൂമർ 2 തരമാണ്. ഒന്നാമത്തെ കൺസ്യൂമർ ഓഫ് ഗുഡ്സ് ആണ്. സാധനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തി, സാധനങ്ങളുടെ ഉപഭോക്താവ്, ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉപഭോക്താവ്. എനി പേഴ്സൺ ഹു ബൈസ് എനി ഗുഡ്സ് ഫോർ എ കൺസിഡറേഷൻ which has been paid or promised or partly promised under any system of deferred payment and includes any user such goods other than the person who buy such goods consideration paid, promised, partly paid or promised under any system of deferred payment when such use is made with approval of such person. ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസ്യൂമർ ഓഫ് ഗുഡ്സ് എന്താണ്? കൺസ്യൂമർ ഓഫ് ഗുഡ്സ് എന്ന് വെച്ചാൽ ഒരു ഉൽപ്പന്നത്തെ ഫൈനൽ യൂസ് ചെയ്യുന്ന വ്യക്തിയാണിത്. ഓക്കെ, അതാണ് പറയുന്നത്. ഫൈനൽ യൂസ് ചെയ്യുന്ന, കൊമേഴ്ഷ്യൽ പർപ്പസ് നോട്ട് ഇൻക്ലൂഡഡ്. ശ്രദ്ധിക്കുക, കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് ഒരു വസ്തുവിനെ വാങ്ങുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യില്ല, ഇതിൽ പെടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളെന്താ പറയുന്നത്, റീസെയിലിന് വേണ്ടിയിട്ട്, ശ്രദ്ധിക്കുക, റീസെയിലിന് വേണ്ടിയിട്ട്, വീണ്ടും വിൽക്കുന്നതിന് വേണ്ടിയിട്ടോ വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒരു വ്യക്തി ഉൽപ്പന്നങ്ങളെ വാങ്ങുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അത് വാങ്ങുകയാണെങ്കിൽ, ബൈ ചെയ്യുകയാണെങ്കിൽ, അത് കൺസ്യൂമർ ഓഫ് ഗുഡ്സിൽ വരില്ല. കൺസ്യൂമർ ഓഫ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? എനി പേഴ്സൺ ഹു യൂസ് ദ ഗുഡ്സ്, യൂസറാണ്, അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അയാൾ ഉപയോഗിക്കണം. പിന്നെ കൺസ്യൂമർ ഓഫ് സർവീസ്, hire or avails of any service for consideration which has been paid under any system deferred payment including any beneficiary of such service other than the person who hires or avails services for consideration partly paid. The services are availed with approval of first mentioned person. ശ്രദ്ധിക്കേണ്ട കാര്യം, സേവനത്തെ ഉപയോഗിക്കുന്ന വ്യക്തികളാണ്. ഇവിടെ ഏതെങ്കിലും ഒരു സേവനത്തെ എന്ത് ചെയ്യുന്നു, ഒരാൾ ഹയർ ചെയ്യുന്നു, വാടകയ്ക്ക് എടുക്കുന്നു, ഉപയോഗിക്കുന്നു, പർച്ചേസ് ചെയ്യുന്നു, അല്ലെ വാങ്ങിയെടുക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത് കൺസ്യൂമർ ഓഫ് സർവീസ്. അടുത്തതാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്. എന്താ ഡിസ്പ്യൂട്ട് പറഞ്ഞാൽ? ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ പരാതികളാണ്. മലയാളത്തിൽ പറഞ്ഞാൽ പരാതികളാണ്. Consumer dispute means a dispute where a person against whom a complaint has been made denies or disputes or allegation contained in the complaint. അതായത് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, മറ്റൊരാൾക്കെതിരെ എന്ത് ചെയ്യുന്നു, കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. അതാണെന്ത് ഇവിടെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഒരു ഉൽപ്പന്നം വാങ്ങിയപ്പോൾ അത് നമ്മളുടെ ആവശ്യത്തെ നിറവേറ്റുന്ന ഒരു ഉൽപ്പന്നമല്ല, കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, അതൊരു പരാതിയാണ്. ആർക്കെതിരെ? മറ്റൊരു വ്യക്തിക്കെതിരെയുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്ന അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഡിസ്പ്യൂട്ട്. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡിഫക്റ്റാണ്, പോരായ്മകൾ, ഡിഫക്ട്സ്. എന്തൊക്കെയാണ് പോരായ്മ? മീൻസ് എനി ഫാൾട്ട്, ഇംപെർഫെക്ഷൻ ഓർ ഷോർട്ട് കമ്മിങ് ഇൻ ദി ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പൊട്ടൻസി, പ്യൂരിറ്റി ഓർ സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻഡ് അണ്ടർ എനി ലോ ഫോർ ടൈം ബീയിങ് ഇൻ ഫോഴ്സ് അണ്ടർ എനി കോൺട്രാക്റ്റ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉൽപ്പന്നത്തിന് എന്തെങ്കിലും ഫാൾട്ട് സംഭവിക്കുക, അല്ലെങ്കിൽ ഇൻപെർഫെക്ഷൻ, പെർഫെക്റ്റ് അല്ല, കൃത്യമായിട്ടുള്ളൊരു സാധനമല്ല, ഓർ ഷോർട്ട് കമ്മിങ്സ് വരിക. എന്തിലൊക്കെയാണ്? ക്വാളിറ്റിയിൽ, ഉൽപ്പന്നത്തിന് ക്വാളിറ്റി ഇല്ല, ഗുണമേന്മയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, ക്വാണ്ടിറ്റിയിൽ, തൂക്കത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, പൊട്ടൻസിയിൽ അതിൽ വരിക, അതുപോലെ പ്യൂരിറ്റി, ശുദ്ധത, അല്ലേ, പരിശുദ്ധമായത് അല്ലേ, അത് വേണമല്ലോ, പ്യൂരിറ്റി ഉണ്ടോ, പ്യൂരിറ്റിയിൽ പ്രശ്നങ്ങൾ വരിക, അതുപോലെ സ്റ്റാൻഡേർഡ്, നിയമപ്രകാരം നിശ്ചിത സ്റ്റാൻഡേർഡ് ഒരു ഉൽപ്പന്നത്തിന് വെക്കണമായിരുന്നു, അതൊന്നുമില്ല എങ്കിൽ അതാണ് ഡിഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉൽപ്പന്നത്തിൽ എന്തെങ്കിലും ഫാൾട്ട്, അല്ലേ, എന്ത് ചെയ്യുന്നു, ഇതൊക്കെ വരികയാണെങ്കിൽ
ഏത് നിയമപ്രകാരം എന്ത് ചെയ്യുന്നു, ഒരു ഫാൾട്ട് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, എന്താ പറയുക, ഫാൾട്ട് ഉണ്ടാവുക, ഇംപെർഫെക്ഷന് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും പ്യൂരിറ്റിയിലും സ്റ്റാൻഡേർഡിലൊക്കെ എന്ത് ചെയ്യുക പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഡിഫക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഡെഫിഷ്യൻസി. എനി ഫാൾട്ട്, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് ഓർ ഇനാഡിക്വസി ഇൻ ദി ക്വാളിറ്റി, manner of performance which required to be maintained by any law at the time of has been taken performed by a person in a contract. ഡെഫിഷ്യൻസി ഉണ്ടാവുക, ഒരു വ്യക്തി പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡെഫിഷ്യൻസി അല്ലെ പോരായ്മകൾ ഉണ്ടാവുക, അതാണ്. ഗുഡ്സ് മീൻസ് ഗുഡ്സ് ആസ് ഡിഫൈൻഡ് ആസ് പെർ ദി സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. നമ്മൾ നേരത്തെ പഠിച്ച സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെയും ഡിഫൈൻ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം 1930 സെക്ഷൻ 2 സബ്സെക്ഷൻ 1 പ്രകാരം പറഞ്ഞിട്ടുള്ളതാണ്. അക്കോർഡിംഗ് ടു സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പ്രകാരം എന്താ പറഞ്ഞിട്ടുള്ളത്? ഗുഡ്സ് മീൻസ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി. അല്ലേ, ഗുഡ്സ് എന്നറിയപ്പെടുന്ന സാധനങ്ങൾ, വസ്തുക്കൾ എന്നറിയപ്പെടുന്നതാണ് എവറി കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി, ചലിപ്പിക്കാൻ സാധിക്കുന്ന ഏതൊരു വസ്തുവും, അതർ ദാൻ ഏതൊഴികെ ആക്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി. ആക്ഷനബിൾ ക്ലെയിംസ് അതായത് ഏതൊക്കെയാണ് ആക്ഷനബിൾ ക്ലെയിംസ്, അതുപോലുള്ള സാധനങ്ങൾ അതൊന്നും പറ്റൂല. ഓക്കെ, അതാണ്. അപ്പോൾ മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ടുള്ള എന്തിനേയും നമുക്ക് എന്ത് ചെയ്യാം പറയാം, ഏതൊക്കെ ഒഴികെ ആക്ഷനബിൾ ക്ലെയിംസും മണിയും ഒഴികെ. പിന്നെ മാനുഫാക്ചറർ എന്ന് വെച്ചാൽ എന്താ ശ്രദ്ധിക്കുക, മാനുഫാക്ചറർ എന്ന് വെച്ചാൽ നിർമ്മാതാവ് എന്നാണ് അർത്ഥം അല്ലേ. നിർമ്മാതാവ്, നിർമ്മിക്കുന്നവൻ, ഉൽപ്പന്നത്തെ നിർമ്മാണം ചെയ്യുന്ന ആൾ എന്നാണ് അർത്ഥം. അപ്പോൾ മാനുഫാക്ചർ എന്ന് വെച്ചാൽ ആരാണെന്ന് നോക്കുക. മേക്സ് ഓർ മാനുഫാക്ചേഴ്സ് എനി ഗുഡ്സ് ആർ പാർട്സ് ഓഫ് ദെയർ ഓഫ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉൽപ്പന്നത്തെ നിർമ്മിക്കുകയോ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഭാഗത്തെ നിർമ്മിക്കുകയോ ചെയ്യുന്ന ആൾ മാനുഫാക്ചറാണ്. ഒരു മോട്ടോർ ബൈക്ക് ഉണ്ടാക്കുന്ന ആൾ, ആ മോട്ടോർ ബൈക്കിന് ടയർ ഉണ്ടാക്കുന്ന വേറൊരാൾ, അയാളും എന്താണ്, മാനുഫാക്ചററാണ്. does not make or manufacture any goods but assemble parts of their made by manufactured by others. ശ്രദ്ധിക്കേണ്ട കാര്യം, ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിച്ച ആളെയാണ് പറഞ്ഞത്, നിർമ്മിച്ച ആളെയാണ് മുകളിൽ പറഞ്ഞത് മാനുഫാക്ചർ. ഇനി നിർമ്മിക്കാത്ത ആളെ നമുക്ക് എന്ത് പറയാം, മാനുഫാക്ചർ എന്ന് വിളിക്കാം. എപ്പോൾ, ഹു അസംബിൾ ദ പാർട്സ്. ഇല്ലേ, നിങ്ങൾ ബൈക്ക് കണ്ടിട്ടില്ലേ, ബൈക്കിന് എന്തൊക്കെയുണ്ട്, ബൈക്കിൻ്റെ എല്ലാ സാധനങ്ങളും അവരിറക്കുന്നതാണ്. ബൈക്കിൻ്റെ എഞ്ചിന് വേറെ ആയിരിക്കും, ബൈക്കിൻ്റെ ടയർ മറ്റൊരു കമ്പനി ആയിരിക്കും ഇറക്കുക, ബൈക്കിൻ്റെ ഹോണ്, ബൈക്കിൻ്റെ സീറ്റ് കവർ, ബൈക്കിൻ്റെ സീറ്റ്, അല്ലേ, ബൈക്കിൻ്റെ ഹാൻഡിൽ ഒക്കെ വേറെ വേറെ പാർട്സാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ്, അസംബിൾ ചെയ്യുമ്പോഴാണ്, കൂടി ചേർക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബൈക്ക് ഉണ്ടാകുന്നത്. അതുപോലെ ഇത്തരത്തിൽ വ്യത്യസ്തമായ ഭാഗങ്ങളെ, പാർട്സുകളെ ഒരുമിച്ച് ചേർത്ത് അസംബിൾ ചെയ്യുകയാണെങ്കിൽ, എന്നിട്ടൊരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതെന്താണ്, മാനുഫാക്ചറർ തന്നെയാണ് അയാൾ. അടുത്തതോ, പുട്ട് ഓർ കോസ് ടു പുട്ട് ഇസ് ഓൺ മാർക്ക് ഓൺ എനി ഗുഡ്സ് മെയ്ഡ് ഓർ മാനുഫാക്ചർഡ് ബൈ എനി അതർ മാനുഫാക്ചർ. മറ്റേതെങ്കിലും ഒരു നിർമ്മാതാവ് ഇല്ല, മറ്റേതെങ്കിലും ഒരു മാനുഫാക്ചറർ, ഉൽപ്പന്നം നിർമ്മിക്കുന്ന വ്യക്തി നിർമ്മിച്ച ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ ഒരു വ്യക്തിയുടെ അയാളുടെ സ്വന്തം മാർക്ക് അല്ലെങ്കിൽ അയാളുടെ സ്വന്തം എന്തെങ്കിലും ഒരു ട്രേഡ് മാർക്ക് വെക്കുകയാണെങ്കിൽ അതെന്താണ്, മാനുഫാക്ചററാണ്, അയാൾ മാനുഫാക്ചറായിട്ട് പരിഗണിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചൈനയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ടി വി ഒക്കെ ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ ഇവിടുത്തെ ഈ കമ്പനിയുടെ, ഇയാൾ ആരാണോ ഇറക്കുമതി ചെയ്ത് അയാളുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയർ അതിലേക്ക് ആഡ് ചെയ്യുന്നു, അയാളുടെ കമ്പനിയുടെ പേര് അതിൽ അറ്റാച്ച് ചെയ്യുന്നു ആ പ്രൊഡക്റ്റിൻ്റെ മുകളിൽ. അങ്ങനെയാണെങ്കിൽ എന്താണ്, അതും അയാൾ മാനുഫാക്ചറർ തന്നെയാണ്. ഓക്കെ, മാനുഫാക്ചറർ എന്ന് പറയുമ്പോൾ ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തി മാത്രമായിക്കൊള്ളണമെന്നില്ല. ഉൽപ്പന്നത്തെ ഉൽപ്പാദിപ്പിക്കുന്ന വ്യക്തിയും മറ്റുള്ളവർ ഉൽപ്പാദിപ്പിച്ചതായ ഉൽപ്പന്നങ്ങളെ ചേർത്തുകൊണ്ട് പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന വ്യക്തിയും, അതുപോലെ മറ്റുള്ളവർ ഉൽപ്പാദിപ്പിച്ച മാനുഫാക്ചർ ചെയ്ത ഒരു ഉൽപ്പന്നത്തിന് മുകളിൽ സ്വന്തം ഒരു മാർക്ക്, അല്ലേ, ഒരു മാർക്ക്, ഒരു ട്രേഡ് മാർക്കൊക്കെ ചേർക്കുന്ന ആളും അയാളൊക്കെ ഇത് തന്നെയാണ്, അയാളൊക്കെ ഈ പറയുന്ന മാനുഫാക്ചർ തന്നെയാണ്. When a manufacturer dispatches any goods or part thereof to any branch office maintained by him, such branch office shall not be deemed to be the manufacturer, even though the parts so dispatched or it are assembled at such a branch are sold. അതാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് പേഴ്സൺ. പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ്, വ്യക്തി, അല്ലേ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പേഴ്സൺ എന്ന് പറയുമ്പോൾ ഇവിടെ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒന്നാമത്തേതാ, എ ഫേം വെദർ രജിസ്റ്റേർഡ് ഓർ നോട്ട്. രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനം.
എ ഫേം വെദർ രജിസ്റ്റേർഡ് ഓർ നോട്ട്. പിന്നെയോ എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, അല്ലേ, ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് പഠിച്ചാണ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. പിന്നെയോ ഒരു കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി, സഹകരണ സംഘം, അല്ലേ, എവരി അതർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ രജിസ്റ്റേർഡ് അണ്ടർ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്. മറ്റേതൊരു അസോസിയേഷൻ ഓഫ് പേഴ്സണും സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ എന്താണ്, പേഴ്സണൽ പെടുന്നതാണ്. പിന്നെയോ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, ഓർത്ത് വെക്കേണ്ടതാണ്. റെസ്ട്രിക്റ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന, തടയുന്ന ട്രേഡ് പ്രാക്ടീസ് മീൻസ് എനി ട്രേഡ് പ്രാക്ടീസ് വിച്ച് റിക്വയർസ് എ കൺസ്യൂമർ ടു ബൈ, ഹയർ ഓർ അവൈൽ എനി ഗുഡ്സ് ആസ് ദ കേസ് മേ ബി, സർവീസ് ആസ് എ കണ്ടീഷൻ പ്രസൻറ്റ് ഫോർ ബൈയിങ്, ഹയറിംഗ്, അവൈലിംഗ് ഓഫ് അതർ ഗുഡ്സ് ആൻഡ് സർവീസ്. ട്രേഡ് പ്രാക്ടീസ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഉൽപ്പന്നത്തെ, ഒരു സർവീസിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു കണ്ടീഷൻ പ്രീസെൻ്റ് ആണെങ്കിൽ അതാണ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചില കണ്ടീഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, മാനിപ്പുലേഷൻ ഇൻ പ്രൈസ് അല്ലെങ്കിൽ കണ്ടീഷൻ ഓഫ് ഡെലിവറി ഒക്കെ എന്ത് ചെയ്യും, സപ്ലൈയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇവിടെ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസിൻ്റെ എക്സാമ്പിളിൽ പെട്ടതാണ്. ഓക്കെ, 12ാമത്തെ സർവീസാണ്. മീൻസ് സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ വിച്ച് മേ ബി അവൈലബിൾ ടു എ പൊട്ടൻഷ്യൽ യൂസേഴ്സ്. സർവീസ് തന്നെയാണ്. ഓക്കെ, സർവീസ് എന്ന് പറയുന്ന ഇതിൽ വരുന്ന എന്തുമെന്നാണ്, അതിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. റൈറ്റ്സ് ആൻഡ് റെമഡീസ് ഫോർ കൺസ്യൂമേഴ്സ്. റൈറ്റ്സ് ആൻഡ് റെമഡീസ് ഫോർ കൺസ്യൂമേഴ്സ്. ഓക്കെ, അതിൽ ആദ്യമായി നമ്മൾ നോക്കുന്നത് റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് ആണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായും 6 അവകാശങ്ങളാണ് ആർക്കുള്ളത്, ഉപഭോക്താക്കൾക്കുള്ളത്. ഓക്കെ, ഒരു ഉപഭോക്താക്കൾക്ക് അടിസ്ഥാനപരമായിട്ട് എത്ര അവകാശങ്ങളുണ്ട്? 6 അവകാശങ്ങളുണ്ട്. ഓക്കെ, മാർച്ച് 15 കൺസ്യൂമേഴ്സ് റൈറ്റ് ഡേ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മാർച്ച് 15 കൺസ്യൂമേഴ്സ് റൈറ്റ് ഡേ, ഉപഭോക്തൃ അവകാശ ദിവസമായിട്ട് പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 6 പ്രകാരം പറയുന്നു എന്ത്, കൺസ്യൂമേഴ്സിന്, ഉപഭോക്താക്കൾക്ക് ചില അവകാശങ്ങളുണ്ട്. ഓക്കെ, ഏതൊക്കെയാണത്? റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ബി എൻഷുർഡ്, റൈറ്റ് ടു ബി അഷ്യൂർഡ്, റൈറ്റ് ടു ബി ഹേർഡ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇങ്ങനെ തുടങ്ങി 6 അവകാശങ്ങളാണ് കൺസ്യൂമേഴ്സിന് ഉള്ളത്. ഒന്നാമത്തെ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് ഓർ റൈറ്റ് ടു സേഫ്റ്റി, അല്ലേ? ഒന്നാമത്തേതാണെന്ത്, റൈറ്റ് ടു പ്രൊട്ടക്ഷൻ ഓർ റൈറ്റ് ടു സേഫ്റ്റി. റൈറ്റ് ടു സേഫ്റ്റി, പ്രൊട്ടക്ഷൻ വരിക, അല്ലേ? എവരി കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് ഓർ പ്രോപ്പർട്ടി. ഒരു കൺസ്യൂമറുടെ, ഒരു ഉപഭോക്താവിൻ്റെ ജീവിതത്തിനോ ലൈഫിനോ അതുപോലെ തന്നെ അയാളുടെ വസ്തുക്കൾക്കോ ഹാനികരമാകുന്ന ഏതെങ്കിലും വസ്തുക്കളിൽ നിന്നോ സേവനത്തിൽ നിന്നോ എന്ത് ചെയ്യണം, അയാൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തതോ റൈറ്റ് ടു ബി ഇൻഫോംഡ്. എവരി കൺസ്യൂമർ ഹാസ് റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, സോ ആസ് ടു പ്രൊട്ടക്ട് കൺസ്യൂമർ അഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ കൺസ്യൂമർക്കും അവകാശമുണ്ട് ടു ബി ഇൻഫോംഡ്, അയാളെ അറിയിക്കാൻ, അയാൾക്ക് കാര്യങ്ങളെ അറിയുവാനുള്ള അവകാശമുണ്ട്. അയാളെ അറിയിക്കുവാനുള്ള അവകാശമുണ്ട്. എന്ത്? എവരി കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ബി ഇൻഫോംഡ്. എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുള്ള അവകാശമാണ് അയാൾക്കുള്ളത്, ഒരു കൺസ്യൂമർക്കുള്ളത്, ഒരു ഉപഭോക്താവിനുള്ളത്? എബൌട്ട് ദ ക്വാളിറ്റി, ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, അതായത് എന്താണ് ക്വാളിറ്റി പറഞ്ഞാൽ ഗുണമേന്മയെക്കുറിച്ച്, ക്വാണ്ടിറ്റി തൂക്കത്തെക്കുറിച്ച്, പ്യൂരിറ്റി ശുദ്ധതയെക്കുറിച്ച്, സ്റ്റാൻഡേർഡ് നിലവാരത്തെക്കുറിച്ച്, അതുപോലെ പ്രൈസ് ഓഫ് ഗുഡ്സ്, അല്ലേ, എന്താണ് ഉൽപ്പന്നത്തിൻ്റെ വിലയെക്കുറിച്ചൊക്കെ അറിയുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഒരു കൺസ്യൂമർക്കുണ്ട്. ദ കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് ആൻഡ് പ്രൈസ് ഓഫ് ഗുഡ്സ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എ കൺസ്യൂമർ ക്യാൻ പ്രൊട്ടക്ട് ദ എഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. മാർക്കറ്റിൽ ശരിയല്ലാത്ത രീതിയിൽ നടക്കുന്ന വ്യാപാര രീതികളുണ്ട്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകളുണ്ട്. അതിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ എന്ത് ചെയ്യണം? കൺസ്യൂമർക്ക്
ഒരു ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, ക്വാണ്ടിറ്റിയെക്കുറിച്ച്, പ്യൂരിറ്റിയെക്കുറിച്ച്, സ്റ്റാൻഡേർഡിനെക്കുറിച്ച്, പ്രൈസിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അയാൾ അറിയേണ്ടതാണ്. മൂന്നാമത്തതോ റൈറ്റ് ടു ബി അഷ്വേർഡ്. റൈറ്റ് ടു ബി അഷ്വേർഡ്. Every consumer has a right to be assured wherever possible access to variety of goods and services at competitive price. അഷ്വേർഡ് ഉറപ്പുവരുത്താൻ സാധിക്കണം അല്ലേ, ഉറപ്പുവരുത്താനുള്ള അഷ്വർ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കുക കൺസ്യൂമർക്ക്. എന്തിനു വേണ്ടിയിട്ട്? അയാൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും കോമ്പറ്റീറ്റീവ് പ്രൈസിൽ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എന്ത് ചെയ്യണം, അഷ്വർ ചെയ്യാൻ എന്ത് ചെയ്യണം ഉള്ള റൈറ്റ് അയാൾക്കുണ്ട്. പിന്നെയോ റൈറ്റ് ടു ബി ഹിയർഡ് ഓർ റൈറ്റ് ടു റെസ്പോൺസിബിലിറ്റി. റൈറ്റ് ടു ബി ഹിയർഡ്, കേൾക്കുവാനുള്ള. അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു റെപ്രസെൻറ്റ് ഹിം or to be heard or right to advocate his interest in case of consumer has exploited or has any complaint against the product or service. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഉൽപ്പന്നം കംപ്ലൈൻ്റ് ആവുകയോ അല്ലെങ്കിൽ ആ ഉൽപ്പന്നമോ സേവനമോ എന്താണ് എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയോ അല്ലെങ്കിൽ കൺസ്യൂമറെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയോ ചൂഷണം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറുടെ ഭാഗത്ത് നിന്ന് കൺസ്യൂമറുടെ ഭാഗം കേൾക്കുവാനുള്ള അവകാശം അയാൾക്കുണ്ട്. കൺസ്യൂമറുടെ കാര്യം കേൾക്കുവാനുള്ള അവകാശം, കൺസ്യൂമറെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം എന്തുണ്ട്, കൺസ്യൂമറെ കാര്യങ്ങളൊക്കെ ഹേർഡ് ചെയ്യാൻ, കേൾക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്, മറ്റുള്ളവരത് കേൾക്കേണ്ടി വരും. ഓക്കെ, അതാണ് പറയുന്നത്. പിന്നെ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. റിഡ്രസൽ എന്ന് വെച്ചാൽ പരിഹാരം. അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് കൺസ്യൂമർ ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് കോമ്പൻസേഷൻ ഓർ സീക്ക് റിഡ്രസൽ അഗെയിൻസ്റ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഓർ എനി അതർ എക്സ്പ്ലോയിറ്റേഷൻ. കമ്പോളത്തിൽ നിന്നും ഉൽപ്പന്നം വാങ്ങിയ സമയത്ത് എന്തെങ്കിലും ചൂഷണമോ എന്തെങ്കിലും മാന്യമല്ലാത്ത വ്യാപാര രീതിയോ ഒക്കെ നടന്നിട്ടുണ്ട് എങ്കിൽ കൺസ്യൂമർക്ക്, ഉപഭോക്താവിന് എന്ത് ചെയ്യുക, അതിനെതിരെ എന്ത് ചെയ്യുക, എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുന്നതിനോ നഷ്ടപരിഹാരം കിട്ടുന്നതിനോ പ്രശ്നപരിഹാരം നേടുന്നതിനോ ഉള്ള അവകാശം അയാൾക്കുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഉൽപ്പന്നം വാങ്ങി, ഉൽപ്പന്നം കേടാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരാതിപ്പെടുവാനുള്ള അവകാശമുണ്ട്. പരാതിപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഉൽപ്പന്നം നന്നാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പണം തിരികെ നൽകുകയോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്ത് കിട്ടുവാനുള്ള അവകാശമൊക്കെ നിങ്ങൾക്കുണ്ട്. ലാസ്റ്റ് വൺ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഉപഭോക്തൃ വിദ്യാഭ്യാസം. അക്കോർഡിംഗ് ടു ദിസ് റൈറ്റ് ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് കൺസ്യൂമർ ടു അക്വയർ ദ നോളജ് ആൻഡ് സ്കിൽ ടു ബി ഇൻഫോംഡ് ടു കൺസ്യൂമേഴ്സ്. It is easier to literate consumers to know their rights and their actions. കൺസ്യൂമേഴ്സിന് അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ അറിയുവാൻ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടുവാനുള്ള അവകാശങ്ങളുണ്ട്. ഓക്കെ, ഇതാണ് പറയുന്നത്. പിന്നെ റെമഡീസ് ഓർ റിലീഫ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഉപഭോക്താക്കൾക്ക് എന്തെല്ലാം റിലീഫാണ്, എന്തെല്ലാം പരിഹാരങ്ങളാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കിട്ടുക. നമ്മളൊരു ഉൽപ്പന്നത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതെല്ലാം രീതിയിലുള്ള പരിഹാരങ്ങൾ, ഏതെല്ലാം രീതിയിലുള്ള ആശ്വാസങ്ങൾ ഒരു കൺസ്യൂമർക്ക് കിട്ടും. ഒന്നാമത്തെ, റിമൂവ് ഓഫ് ഡിഫക്റ്റ് ഫ്രം ദി ഗുഡ്സ്. നമ്മൾ വാങ്ങിയ ഉൽപ്പന്നത്തിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്, പോരായ്മകളുണ്ട് എങ്കിൽ അതെന്ത് ചെയ്യും, പരിഹരിച്ച് തരും ആ കമ്പനി. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിൽ നിന്നുമുള്ള ഡിഫക്റ്റുകൾ എന്ത് ചെയ്യും, നീക്കം ചെയ്യും. റിമൂവൽ ഓഫ് ഡിഫക്റ്റ് ഫ്രം ദി ഗുഡ്സ്. ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ നിന്നും ആ ഉൽപ്പന്നത്തിൻ്റെ ഡിഫക്റ്റുകൾ നീക്കം ചെയ്യും. പിന്നെയോ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡിഫക്റ്റീവ് ഗുഡ്സ്. കേടുവന്ന പ്രശ്നമുള്ള ആ ഉൽപ്പന്നത്തെ എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും, മാറ്റിക്കൊടുക്കും. സംശയമുണ്ടോ? ഗ്യാരൻ്റിയൊക്കെ ഉള്ള ഉൽപ്പന്നമാണ്, നിങ്ങൾക്കറിയാലോ. ഗ്യാരണ്ടീഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, കംപ്ലൈൻ്റ് ആയാൽ എന്ത് ചെയ്യും, കംപ്ലൈൻറ്റിന് എന്ത് ചെയ്യും, ആ ഉൽപ്പന്നത്തെ മാറ്റിക്കിട്ടും. റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയൊക്കെ കേട്ടില്ലേ, കേടുവന്ന ഉൽപ്പന്നത്തെ മാറ്റിക്കൊടുക്കും. പിന്നെയോ റീഫണ്ട് എഗെയിൻസ്റ്റ് ഡിഫക്റ്റീവ് ഗുഡ്സ് ഓർ ഡെഫിഷ്യൻറ്റ് സർവീസ്. മോശം സേവനത്തിനോ മോശം ഉൽപ്പന്നത്തിനോ എന്ത് ചെയ്യും, മോശം ഉൽപ്പന്നമാണോ മോശം സേവനമാണോ ഒരാൾ കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ പണം തിരികെ കൊടുക്കേണ്ടി വരും. ആ കമ്പനി, ആ സ്ഥാപനം എന്ത് ചെയ്യും, അതിൻ്റെ പണം തിരികെ നൽകേണ്ടതായിട്ട് വരും, റീഫണ്ട് ചെയ്യേണ്ടി വരും. അവാർഡ് ഓഫ് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓർ ഇഞ്ചുറി സഫേർഡ്. ഒരു ഉൽപ്പന്നം വാങ്ങി ഒരു വ്യക്തി ഉപയോഗിച്ചു, അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയോ എന്തെങ്കിലും ഇഞ്ചുറി, മുറിവ് പറ്റുകയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളോ അയാൾക്ക് ഉണ്ടായാൽ അതിനെന്ത് ചെയ്യാം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കൺസ്യൂമർക്ക് എന്ത് കിട്ടും, അവാർഡ് ഓഫ് കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കിട്ടും.
അടുത്തത് റിമൂവൽ ഓഫ് ഡിഫക്റ്റ് ഓർ ഡെഫിഷ്യൻസീസ് ഇൻ ദി സർവീസസ്. സേവനത്തിലാണ് പോരായ്മകൾ വന്നിട്ടുള്ളത് എങ്കിൽ, സേവനം നൽകുന്നതിലാണ് പോരായ്മകൾ വന്നിട്ടുള്ളത് എങ്കിൽ ആ പോരായ്മകൾ ഒക്കെ ഒഴിവാക്കി പോരായ്മകൾ പരിഹരിക്കും. ഓക്കെ. പിന്നെയോ ഡിസ്കണ്ടിന്യൂ ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഓർ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ഓർ ഡയറക്ഷൻ നോട്ട് ടു റിപ്പീറ്റ് ദം. അതായത് അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസുകൾ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ഇതൊക്കെ ഇല്ലീഗലാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ വിലക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇത് വീണ്ടും ചെയ്യില്ല എന്ന് ഉറപ്പ് വരുത്തുകയോ അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയോ ചെയ്യും. അല്ലേ? നമുക്കറിയാം ഉൽപ്പന്നങ്ങളെ അളവിൽ കൃത്രിമം കാട്ടിയൊക്കെ വിൽക്കുന്ന ആൾക്കാരല്ലേ, അവരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ലേ? ലീഗൽ മെട്രോളജി വിഭാഗമാണ് അവരൊക്കെ പിടിക്കുക. അല്ലേ? ലീഗൽ മെട്രോളജി വിഭാഗം അവരെന്ത് ചെയ്യും? ഈ പറയുന്ന അളവ് തൂക്കത്തിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാട്ടി കച്ചവടം നടത്തുന്ന ആൾക്കാരെ അതിനെ വിലക്കുകയും അത് വീണ്ടും ആവർത്തിക്കരുതെന്ന് പറയുകയും ചെയ്യും. പിന്നെ പ്രൊഹിബിഷൻ ഓൺ സെയിൽ ഓഫ് ഹസാർഡസ് ഗുഡ്സ്. ആളുകൾക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് വ്യക്തികളുടെ വസ്തുക്കൾക്ക് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങളെ വിൽക്കുന്നത് നിരോധിക്കും. ഹസാർഡസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിക്കും. അല്ലേ? എൻഡോസൾഫാൻ അല്ലേ എക്സാമ്പിൾ അല്ലേ? ഹസാർഡസ് അല്ലേ? ആളുകൾക്ക് ഭീഷണിയല്ലേ? ഹാനികരമല്ലേ? അല്ലേ? കാസർഗോഡൊക്കെ നമുക്കറിയാം. അല്ലേ? അപ്പോൾ എൻഡോസൾഫാനൊക്കെ എന്ത് ചെയ്യുക? വിൽക്കുന്നത് നിരോധിക്കുക. അതൊക്കെ ഇതിന് എക്സാമ്പിളായിട്ട് പറയാം. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ റെമഡീസാണ്, പരിഹാരങ്ങളാണ് ഉപഭോക്താക്കൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കിട്ടുന്നത്. പിന്നെ ഹൂ ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ്. ആർക്കാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കംപ്ലൈൻറ്റ് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്ത് ചെയ്യുക? ഒരു കംപ്ലൈൻറ്റ് എന്ത് ചെയ്യുക? കൊടുക്കാം. ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം? അയാൾക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ. കംപ്ലൈൻറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ ഫോളോയിങ് പ്ലേസസ്. ശ്രദ്ധിക്കേണ്ട കാര്യം വ്യത്യസ്തമായ രീതിയിലാണ്. ഇഫ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സർവീസസ് ആൻഡ് കോമ്പൻസേഷൻ ആസ്ക്ഡ് അപ് ടു 20 lakh. അതായത് ഉൽപ്പന്നത്തിൻ്റെ വില അല്ലെങ്കിൽ സേവനത്തിൻ്റെ വില 20 ലക്ഷം രൂപയിൽ കൂടുതലോ അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാര തുക 20 ലക്ഷം രൂപയിൽ കൂടുതലോ ആണെങ്കിൽ ആ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. അപ് ടു 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ അത് ആ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക എവിടെയാണ്? ഡിസ്ട്രിക്റ്റ് ഫോറത്തിലാണ്. അത് 1 കോടി വരെ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ദെൻ ദ കംപ്ലൈൻറ്റ് ഫയൽഡ് ഡിസ്ട്രിക്റ്റ് ഫോറം. അവിടുന്ന് എന്ത് ചെയ്യും? അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പോകും. ഓക്കെ. പിന്നീട് അതെന്ത് ചെയ്യും? ഏറ്റവും ടോപ്പിൽ ഏതാ വരിക? ഓക്കെ, ഏറ്റവും കൂടുതൽ എവിടേക്കാണ് വരിക? ഏറ്റവും സ്റ്റേറ്റ് ലെവലിലേക്ക് വരും. പിന്നെ അവസാനം എന്ത് ചെയ്യും? നാഷണൽ ലെവലിലേക്ക് വരും. 1 കോടിക്ക് മുകളിലാണ് കംപ്ലൈൻറ്റിൻ്റെ തുക എങ്കിൽ, ഉൽപ്പന്നത്തിൻ്റെ വില അല്ലെങ്കിൽ നഷ്ടപരിഹാരം 1 കോടിക്ക് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? അത് നാഷണൽ ലെവൽ കമ്മീഷനും അതുപോലെ 20 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലാണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ലെവലിലുള്ള കമ്മീഷനുമായിരിക്കും. അപ്പോൾ ആർക്കൊക്കെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുക? നമ്മൾ പറഞ്ഞു എല്ലാവർക്കും കൊടുക്കാം. അല്ലേ? അപ്പോൾ കംപ്ലൈൻറ്റ് ഷുഡ് ബി കണ്ടെയ്ൻ ഫോളോയിങ് ഇൻഫോർമേഷൻ. കംപ്ലൈൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്നുള്ള നെയിം ആൻഡ് അഡ്രസ് ഓഫ് കംപ്ലൈനൻ്റ്. ആരാണോ കംപ്ലൈൻറ്റ് കൊടുക്കുന്നത് അയാളുടെ മുഴുവൻ പേരും അഡ്രസ്സും. അതുപോലെ ദ നെയിം ആൻഡ് ഫുൾ അഡ്രസ് ഓഫ് ഓപ്പോസിറ്റ് പാർട്ടി. എതിർ കക്ഷിയുടെ മുഴുവൻ പേര്. ഒരു കമ്പനിക്കെതിരെയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇന്ദുലേഖ അല്ലെ, ഇന്ദുലേഖക്കെതിരെയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജിയോക്കെതിരെയാണെങ്കിൽ ആ ജിയോ കമ്പനിയുടെ മുഴുവൻ പേരും അഡ്രസ്സുമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. ഉൽപ്പന്നത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സേവനത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ. അതുപോലെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി. ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മയും ക്വാണ്ടിറ്റിയും രേഖപ്പെടുത്തണം. അതുപോലെ പ്രൈസ്, വില രേഖപ്പെടുത്തണം. ഡേറ്റ് ആൻഡ് പ്രൂഫ് ഓഫ് പർച്ചേസ്. ഏത് ദിവസമാണ് ഏത് ഡേറ്റിനാണ് ഉൽപ്പന്നം വാങ്ങിയിട്ടുള്ളത് എന്ന്. അതുപോലെ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ പ്രൂഫ്, എവിഡൻസ്, തെളിവ്. ഉൽപ്പന്നം വാങ്ങിയതാണ് എന്ന് തെളിയിക്കുന്നതിനാവശ്യമായ ബില്ല്, കാര്യങ്ങളൊക്കെ. പിന്നെ ദ ഫാക്ട് റിലേറ്റിംഗ് ടു കംപ്ലൈൻറ്റ് ആൻഡ് വെൻ ആൻഡ് വേർ ഇറ്റ് അറോസ്. അതായത് കംപ്ലൈൻറ്റ് അല്ലേ, പ്രശ്നം, ഒരു കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ, ഒരു ആക്ഷേപവുമായി ബന്ധപ്പെട്ട എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ. ദ റിലീഫ് വിച്ച് കംപ്ലൈൻറ്റ് ഈസ് സീക്കിംഗ്. ആ കംപ്ലൈനൻ്റ് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന വ്യക്തി, കംപ്ലൈൻറ്റ് കൊടുക്കുന്ന വ്യക്തി അയാൾ എന്ത് നടപടിയാണ്, ആശ്വാസമാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതും കൂടി എന്ത് ചെയ്യണം? ഇതിൽ രേഖപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ. പിന്നെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റേറ്റ് ലെവലിൽ, സെൻട്രൽ ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ അല്ലേ, ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിൽ, അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ഒക്കെ എന്തുണ്ട്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകൾ നിയമിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ നമുക്ക് നോക്കാം, ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ.
ദേശീയ തലത്തിലുള്ള ഉപഭോക്തൃ സംരക്ഷണ കൗൺസിൽ അല്ലേ, അത് സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫിക്കേഷനിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറയപ്പെടുന്ന കൗൺസിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ കൗൺസിലാണിത്. സെൻട്രൽ കൗൺസിലിൽ മെമ്പേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ മിനിസ്റ്റർ ഇൻ ദി ചാർജ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഇൻ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിലെ ഉപഭോക്തൃ വിഭാഗം അല്ലേ, കൺസ്യൂമർ അഫയേഴ്സുമായി ബന്ധപ്പെട്ട മിനിസ്റ്റർ, മന്ത്രിയായിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ ഈ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാനായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ മറ്റുള്ള ഒഫീഷ്യൽ ഔദ്യോഗിക അനൗദ്യോഗികമായിട്ടുള്ള റെപ്രസെൻറ്റേറ്റീവ്സും ഉണ്ടാവും. ഇത്തരത്തിലൊരു സെൻട്രൽ കൗൺസിൽ സെറ്റപ്പ് ചെയ്തതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ റൈറ്റ് ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ അസാഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. വ്യക്തികളുടെ ജീവിതത്തിനും അതുപോലെ വസ്തുക്കൾക്കും എന്താണ് അസാഡസ് ആയിട്ടുള്ള ഹാനികരമായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ, സാധനങ്ങളെ, സേവനങ്ങളെ മാർക്കറ്റ് ചെയ്യുന്നതിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഇവരുടെ ലക്ഷ്യം. പിന്നെ റൈറ്റ് ടു ബി ഇൻഫോംഡ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച്, ക്വാണ്ടിറ്റിയെക്കുറിച്ച്, പൊട്ടൻസിയെക്കുറിച്ച്, അതുപോലെ പ്യൂരിറ്റിയെക്കുറിച്ച്, സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുക, ഇൻഫോം ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള അവകാശവും ഇവർക്കുണ്ട്. അതുപോലെ എന്ത് ചെയ്യുക, റൈറ്റ് ടു ബി അഷ്വേർഡ് അല്ലേ, അഷ്വർ ചെയ്യുക, ഉറപ്പ് വരുത്തുക വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങളിലേക്ക്, വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങളിലേക്ക് കോമ്പറ്റീറ്റീവ് പ്രൈസിൽ എന്ത് ചെയ്യുക, കടന്നു ചെല്ലാൻ വേണ്ടിയിട്ട് അത് അഷ്വർ ചെയ്യുക. പിന്നെ ദ റൈറ്റ് ടു ബി ഹിയേർഡ് അല്ലേ, കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾ, കൺസ്യൂമേഴ്സിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ എന്ത് ചെയ്യുക, അതത് ഫോറത്തിന് മുമ്പാകെ എന്ത് ചെയ്യുക, കേൾക്കുവാനുള്ള ഒരു റൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ അല്ലേ, പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകളോ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എന്താ പറയുക, റിഡ്രസൽ നേടിയെടുക്കാൻ, പരിഹാരം നേടിയെടുക്കുവാൻ സഹായിക്കുന്നു. പിന്നെ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, കൺസ്യൂമർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതാണ്. അതിൽ തന്നെ മീറ്റിംഗ് ഒക്കെ പറയുന്നുണ്ട്. മീറ്റിംഗ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ മീറ്റിംഗ് പറയുന്നത് എങ്ങനെയാണ്, അത്യാവശ്യമാണെങ്കിൽ ഒരു കൊല്ലത്തിൽ എന്ത് ചെയ്യണം, മിനിമം ഒരു മീറ്റിംഗ് എങ്കിലും കൂടിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ കാലാവധി, സെൻട്രൽ കൗൺസിലിൻ്റെ കാലാവധി എത്രയാണ്, 3 വർഷമാണ്. ഓക്കെ, അടുത്തത് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണ്, സംസ്ഥാന തലത്തിൽ വന്നിട്ടുള്ള പ്രൊട്ടക്ഷൻ കൗൺസിൽ. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഈ കൗൺസിൽ സെറ്റപ്പ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യും, കൺസ്യൂമർ അഫയേഴ്സുമായി ബന്ധപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിലുള്ള മന്ത്രിയായിരിക്കും, കൺസ്യൂമർ അഫയേഴ്സുമായി ബന്ധപ്പെട്ട മന്ത്രിയായിരിക്കും ഇതിൻ്റെ ചെയർമാന്. അതുപോലെ മറ്റുള്ള ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ, മീറ്റിംഗ് എന്ത് ചെയ്യും, ചുരുങ്ങിയത് എന്ത് ചെയ്യണം, വർഷത്തിൽ 2 മീറ്റിംഗ് എങ്കിലും കണ്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യണം, ടൈം ആൻഡ് പ്ലേസ്, മീറ്റിങ്ങിൻ്റെ ടൈമും പ്ലേസും ഒക്കെ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്തിരിക്കണം ചെയർമാന്. ഓക്കെ, പിന്നെ പറയുന്നത് ഒബ്ജക്ട്സ് ആണ്. ഒബ്ജക്ട്സ് എന്ന് വെച്ചാൽ എന്താണ്, പ്രൊമോട്ട് ദ പ്രൊട്ടക്ട് ദ സ്റ്റേറ്റ് റൈറ്റ് ഓഫ് ദി കൺസ്യൂമർ, സംസ്ഥാനത്തുള്ള കൺസ്യൂമേഴ്സിൻ്റെ എന്ത് ചെയ്യുക, താല്പര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പിന്നെ ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ജില്ലാതലത്തിൽ. ഓക്കെ, ജില്ലാതലത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് എന്ത് ചെയ്യും, എല്ലാ ജില്ലകളിലും ഓരോ കൗൺസിലുകൾ, ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്ന പേരിൽ എന്ത് ചെയ്യും, ഓരോന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ജില്ലയുടെ ഏറ്റവും വലിയ ഉയർന്ന മേധാവി ആരാണ്, ഒരു ജില്ലയുടെ ജില്ലാ കളക്ടറാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടറായിരിക്കും ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ ചെയർമാൻ. മറ്റ് ഒഫീഷ്യൽ ആൻഡ് നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും ഇതിലുണ്ടാവും. അതുപോലെ തന്നെ ഈ കൗൺസിൽ എന്ത് ചെയ്തിരിക്കണം, മിനിമം 2 മീറ്റിംഗ് ഒരു കൊല്ലത്തിൽ അറ്റൻഡ് ചെയ്തിരിക്കണം. 2 മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കണം. ദ കൗൺസിൽ ഷാൾ മീറ്റ് ആസ് നെസസറി നോട്ട് ലെസ് ദാൻ 2 മീറ്റിംഗ്സ് എവറി ഇയർ. ടൈം ആൻഡ് പ്ലേസ് ഒക്കെ എന്ത് ചെയ്യണം, അയാളാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഏജൻസീസ്. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് ഓർ റിഡ്രസൽ ഏജൻസി, നമ്മളിത് നേരത്തെ പറഞ്ഞ എന്താണ്, ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ നാഷണൽ ലെവലിലുള്ള സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിനെ കുറിച്ചാണ് അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസി, ഉപഭോക്താക്കളുടെ പ്രശ്ന പരിഹാര ഏജൻസികൾ. ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏജൻസികളാണ് ഇത്. കൺസ്യൂമർ ഫോറംസ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് അക്കോസ് ദ കൺട്രി അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് with the view to provide speedy, less expensive, simple dispute redressals to consumers. കൺസ്യൂമേഴ്സിനുണ്ടാവുന്ന, ഉപഭോക്താക്കൾക്കുണ്ടാവുന്ന പരാതികൾ,
പ്രശ്നങ്ങൾ അതിന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലും എളുപ്പത്തിലും സിമ്പിളായിട്ടും എന്ത് ചെയ്യുക, പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് കൺസ്യൂമർ ഫോറംസ് നമ്മുടെ രാജ്യത്തെ ഒട്ടാകെ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രധാനമായിട്ടും 3 തലങ്ങളിലുള്ള, ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും 3 തലങ്ങളിൽ 3 സ്റ്റേജുകളിലുള്ള റിഡ്രസൽ ഏജൻസികളാണുള്ളത്. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസികൾ 3 തരത്തിലാണുള്ളത്. ഒന്ന് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ, അതായത് അല്ലെങ്കിൽ ഏജൻസി നാഷണൽ കമ്മീഷൻ. അതുപോലെ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ, ഒരു സ്റ്റേറ്റിൽ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് കമ്മീഷൻ, അതിന് ആരുടെ അനുമതി വേണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ. അതുപോലെ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസി അറ്റ് ഡിസ്ട്രിക്റ്റ്, അല്ലേ, ഡിസ്ട്രിക്റ്റ് ഫോറം. ശ്രദ്ധിക്കുക, നാഷണൽ കമ്മീഷൻ അതായത് ദേശീയ തലത്തിലുള്ളത് കൺസ്യൂമർ റിഡ്രസൽ ഏജൻസിയാണ്. സ്റ്റേറ്റ് കമ്മീഷൻ സ്റ്റേറ്റ് ലെവലിലുള്ള, സംസ്ഥാന തലത്തിലുള്ള കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസിയാണ്. അതുപോലെ ഡിസ്ട്രിക്റ്റ് ഫോറം എന്താണ്, ജില്ലാ തലത്തിലുള്ള കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറം, അല്ലേ, ആണ്. അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് നാഷണൽ ലെവലിലുള്ളതാണ്. ശ്രദ്ധിക്കുക, നാഷണൽ ലെവലിലുള്ള കമ്മീഷൻ. ദ നാഷണൽ കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി ഹൈറാർക്കി ഓഫ് 3 റിഡ്രസൽ ഫോറംസ്. ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് കോർട്ട്, അല്ലേ. ഇതെവിടെയാണുള്ളത്? ഇത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു റിഡ്രസൽ ഫോറമാണ്. എന്ത് ചെയ്യുന്നു, ഇത് സ്റ്റേറ്റ് കമ്മീഷൻ്റെയും ഡിസ്ട്രിക്റ്റ് ഫോറത്തിൻ്റെയൊക്കെ മുകളിലുള്ളതാണ് നാഷണൽ കമ്മീഷൻ. ഓക്കെ, നാഷണൽ കമ്മീഷൻ ഇവിടെ പറയുന്നത് എന്താണ്, ഇതിൻ്റെ കോമ്പോസിഷൻ പറയുന്നു, ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്, ആരൊക്കെ ഉള്ളതെന്നുള്ളത്. 1 person who is or has been judge or സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയിലെ ജഡ്ജി ഇതിലെ ഒരു അംഗമായിരിക്കണം. 4 other members neither more than 4 nor less than prescribed and one of them must be a woman. അതിൽ ഒരു സ്ത്രീ അംഗം ഉണ്ടായിരിക്കണം. ഓക്കെ, മാത്രമല്ല അവർക്കുള്ള ചില കണ്ടീഷൻ ഉണ്ട്. ഈ മെമ്പേഴ്സിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? നൺ ഓഫ് ദം ഷുഡ് ബി ലെസ് ദാൻ 35 years ഓഫ് ഏജ്, 35 വയസ്സിൽ താഴെയാവാൻ പാടില്ല. എല്ലാവർക്കും എന്ത് ചെയ്യണം, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡിഗ്രി വേണം. അതുപോലെ എബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, സ്റ്റാൻഡിംഗ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ 10 വർഷത്തോളം എക്കണോമിക്സ്, ലോ, കൊമേഴ്സ്, അക്കൗണ്ടൻസി, ഇൻഡസ്ട്രി, പബ്ലിക് അഫയേഴ്സ് ഓർ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള, ഏറ്റവും ചുരുങ്ങിയത് 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം. ഇവരൊക്കെയാണ് എന്ത് ചെയ്യുക, നാഷണൽ കമ്മീഷനിൽ മെമ്പറായിട്ട് വെക്കുക. അതുപോലെ സുപ്രീം കോടതിയിലെ ജഡ്ജി ഇതിലെ ഒരു അംഗമായിരിക്കും. മോണിറ്ററി ലിമിറ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ദ നാഷണൽ കമ്മീഷൻ മോണിറ്ററി ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1 കോടി രൂപയ്ക്ക് മുകളിൽ, ശ്രദ്ധിക്കുക, 1 കോടി രൂപയ്ക്ക് മുകളിൽ വിലയുള്ള ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ അല്ലെങ്കിൽ 1 രൂപയ്ക്ക് മുകളിൽ മൂല്യമുള്ള കോമ്പൻസേഷൻ, നഷ്ടപരിഹാരമോ വിധി പറയുന്ന സ്ഥലമാണ്, കമ്മീഷനാണ് ഇത് ഈ പറയപ്പെടുന്ന നാഷണൽ ലെവൽ കമ്മീഷൻ. പിന്നെ സ്റ്റേറ്റ് കമ്മീഷനാണ്. ഓക്കെ, സ്റ്റേറ്റ് കമ്മീഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 16 പ്രകാരം എന്ത് ചെയ്യുന്നു, എല്ലാ സംസ്ഥാനത്തിലും എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റേറ്റ് കമ്മീഷൻ എന്ത് ചെയ്യുന്നു, വെക്കുന്നുണ്ട്. സ്റ്റേറ്റ് കമ്മീഷനിൽ ഒരാളെപ്പോഴും എന്തായിരിക്കണം, ഈ കമ്മീഷൻ്റെ പ്രസിഡൻ്റ് ആരായിരിക്കണം, ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. നാഷണൽ കമ്മീഷനിൽ ആരാണ്, സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ് പ്രസിഡൻ്റ് ആയിട്ടുള്ളത്. ഇവിടെ ആരാണ്, ഹൈക്കോർട്ടിലെ ജഡ്ജി ആയിരിക്കണം എന്ത്, സ്റ്റേറ്റ് കമ്മീഷൻ്റെ പ്രസിഡൻറ്റ്. മറ്റുള്ള 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. അതിലൊരാളെന്തായിരിക്കണം, സ്ത്രീ ആയിരിക്കണം. മാത്രമല്ല അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 35 വയസ്സ് പുറത്തുള്ള വയസ്സുള്ളവരായിരിക്കണം. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചിലർ ഡിഗ്രി ഉള്ള ആളായിരിക്കണം. എബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, സ്റ്റാൻഡിംഗ് ഒക്കെ ഉള്ള ആളായിരിക്കണം. അതുപോലെ ഇൻകം ടാക്സ്, എക്കണോമിക്സ്, ലോ, കൊമേഴ്സ്, അക്കൗണ്ടൻസി, ഇൻഡസ്ട്രി, പബ്ലിക് അഫയേഴ്സ് പോലെയുള്ള വിഷയങ്ങളിൽ 10 കൊല്ലത്തെ അറിവുള്ള ആളായിരിക്കണം. പിന്നെ മോണിറ്ററി ലിമിറ്റ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ് കമ്മീഷനിൽ ഏതൊക്കെ പരാതികളാണ് സ്വീകരിക്കുക എന്ന് വെച്ചാൽ 20 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും ഇടയിലുള്ള, ശ്രദ്ധിക്കുക, ഉൽപ്പന്നത്തിൻ്റെ വിലയോ സേവനത്തിൻ്റെ വിലയോ അതുപോലെ നഷ്ടപരിഹാരത്തിൻ്റെ തുകയോ 20 ലക്ഷം മുതൽ 1 കോടി വരെ ആണെങ്കിൽ, 20 ലക്ഷത്തിൻ്റെയും 1 കോടിയുടെയും ഇടയിലാണ് എന്ത്, ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വാല്യൂ, മൂല്യമോ അല്ലെങ്കിൽ നഷ്ടപരിഹാര തുകയോ എങ്കിൽ എന്ത് ചെയ്യുന്നു, അപ്പോഴാണ് എന്ത് ചെയ്യുക, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ് ഫോറത്തിൽ വരിക. അതായത് 1 കോടിക്ക് മുകളിലാണെങ്കിൽ നാഷണൽ ലെവലിൽ, 20 ലക്ഷത്തിനും 1 കോടിക്കും ഇടയിലാണെങ്കിൽ എന്ത് ചെയ്യും, അത് എവിടെയാണ് പരിഗണിക്കുക, കേസ് സ്റ്റേറ്റ് ലെവലിലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക.
അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞതിൽ ആ കാര്യത്തിൽ. പിന്നെ വരുന്നത് അത് മോണിറ്ററി ലിമിറ്റ് എന്ന് പറയുന്നത് 20 ലക്ഷം മുതൽ 1 കോടി വരെ നമ്മൾ പറഞ്ഞു. 1 കോടി വരെയാണ് അവിടെ വരുന്നത് സ്റ്റേറ്റ് ലെവൽ. അടുത്ത ഡിസ്ട്രിക്റ്റ് ഫോറം അല്ലേ. ഡിസ്ട്രിക്റ്റ് ഫോറത്തിൽ എങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ ജില്ലാതലത്തിലേക്കാണ് അല്ലേ. ജില്ലാതലത്തിലുള്ള കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കൗൺസിലാണിത്. ഡിസ്ട്രിക്റ്റ് ഫോറം എന്നാണ് അറിയപ്പെടുക. മറ്റേത് സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻ എന്നും മറ്റേത് സെൻട്രൽ ലെവൽ കമ്മീഷൻ എന്നും അറിയപ്പെടുന്നു. ഇത് ഡിസ്ട്രിക്റ്റ് ഫോറം എന്നാണ് അറിയപ്പെടുക. ഡിസ്ട്രിക്റ്റ് ലെവലിൽ ഉള്ളതാണ് ഇത്. ഡിസ്ട്രിക്റ്റ് ലെവലിലുള്ള കംപ്ലയിൻറ്റുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നാണ് ഇത്. ഏറ്റവും താഴെ ലെവലിലുള്ള, അതായത് ഈ ഹൈറാർക്കിയിൽ അല്ലെ, ഈ ശ്രേണിയിലെ ഏറ്റവും താഴെ ലെവലിലുള്ളതാണ് ഇത് ഡിസ്ട്രിക്റ്റ് ഫോറം എന്നറിയപ്പെടുന്നത്. ഓക്കെ, എന്ത് ചെയ്യാം, ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിനനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യാം, ഓരോ ജില്ലയിലും എന്ത് ചെയ്യാം, ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 10 പ്രകാരം ഒരു കൺസ്യൂമർ ഡിസ്ട്രിക്റ്റ് ഫോറം സെറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ എന്ത് ചെയ്യും, ഡിസ്ട്രിക്റ്റ് ജഡ്ജി അല്ലേ, അയാളായിരിക്കും ഉണ്ടാവുക. ഡിസ്ട്രിക്റ്റ് ജഡ്ജിയാണ് ഇതിലെ പ്രധാനപ്പെട്ട രംഗം. പിന്നെ 2 ആളുകൾ ആൾക്കാരുണ്ടാവും. അതിലൊരാളെന്തായിരിക്കണം, സ്ത്രീ ആയിരിക്കണം. മാത്രമല്ല 35 വയസ്സിന് മുകളിൽ എന്ത് ചെയ്യണം, മുകളിൽ ആയിരിക്കണം. അതുപോലെ തന്നെ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ പേഴ്സണൽ എബിലിറ്റി, ഇൻറ്റഗ്രിറ്റി, സ്റ്റാൻഡിംഗ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കണം. കൊമേഴ്സ്, ലോ, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, ഇൻഡസ്ട്രി ആൻഡ് പബ്ലിക് അഫയേഴ്സ്, അഡ്മിനിസ്ട്രേഷനിലൊക്കെ അറിവുള്ള ആൾക്കാരായിരിക്കണം. അതുപോലെ ഡിസ്ട്രിക്റ്റ് ഫോറം എപ്പോഴും എന്തായിരിക്കണം, ഒരു ജില്ലക്കകത്തുള്ള കാര്യങ്ങളാണ് എടുക്കുന്നത്. മാത്രമല്ല അവിടുത്തെ കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിൻ്റെ വാല്യൂ കോമ്പൻസേഷനൊക്കെ എന്ത് ചെയ്യുക, 20 ലക്ഷം രൂപയിൽ കൂടാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. 20 ലക്ഷം രൂപയിൽ കൂടാൻ പാടുള്ളതല്ല, അതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ പഠിക്കാനുള്ളത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പഠിക്കാനുള്ള കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ മാറിപ്പോകരുത് 2 കാര്യങ്ങൾ. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുമുണ്ട്, കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസിയുമുണ്ട്. ഇത് രണ്ടും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മാറിപ്പോവാൻ പാടുള്ളതല്ല. ഓക്കെ, ഇത് രണ്ടും നിങ്ങൾ മാറിപ്പോവാൻ പാടുള്ളതല്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിലെ മേധാവികൾ ആരൊക്കെ നോക്കുക. സെൻട്രൽ ലെവലിലാണെങ്കിൽ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്, അതുപോലെ സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ മിനിസ്റ്റർ ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് സ്റ്റേറ്റ് ഗവൺമെൻറ്, ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലാണെങ്കിൽ ഡിസ്ട്രിക്റ്റ് കളക്ടറുമാണ്. പക്ഷേ എന്ത് ചെയ്യുന്നു, കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസിയിൽ നാഷണൽ ലെവൽ കമ്മീഷനിലാണെങ്കിൽ എന്താ ആരാ വരിക, ജഡ്ജിയാണ് വരിക അല്ലേ. സുപ്രീം കോർട്ടിലെ ജഡ്ജിയാണ് വരിക. ഏത് ലെവലിൽ, നാഷണൽ കമ്മീഷനിൽ. സ്റ്റേറ്റ് കമ്മീഷനിലാണെങ്കിലോ ഹൈക്കോർട്ടിലെ ജഡ്ജി ആയിരിക്കും. അതുപോലെ ഡിസ്ട്രിക്റ്റ് ഫോറത്തിലാണെങ്കിലോ ആരാണ്, ഡിസ്ട്രിക്റ്റ് ജഡ്ജായിരിക്കും അതിൻ്റെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ 2 മെമ്പേഴ്സ് അവരെ കൂടാതെ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക്